ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. പച്ചക്കായ ചെറുപയർ കൊണ്ടുള്ള ഒരു പുഴുക്കാണ് ഇത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാണ് ഇത്. ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഴുക്കാണ് ഇത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ഇത് പൊതുവെ പല പേരിലാണ് അറിയപ്പെടുന്നത്. പുഴുക്ക് പറയും, എരിശ്ശേരി പറയും, തോരൻ എന്ന് പറയും. അങ്ങനെ പല പേരിലാണ് പൊതുവെ ഈ കറി അറിയപ്പെടുന്നത്. ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ചെറുപയർ സോക്ക് ചെയ്യണമെന്ന ആവശ്യമൊന്നുമില്ല. ചെറുപയർ പെട്ടെന്ന് 2 വിസിൽ 3 വിസിൽ കൊണ്ട് ചെറുപയറാവും. അതുകൊണ്ട് സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സാറില്ല. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് 1 വിസിൽ 2 വിസിലാവും. ഇപ്പോൾ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ചെറുപയർ പച്ചക്കായ പുഴുക്കിന് ചെറുപയർ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കായ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായി വെച്ചിട്ടുള്ള പച്ചക്കായ ചേർക്കാം. പച്ചക്കായ എടുത്തിട്ടുണ്ട്. പച്ചക്കായ നന്നായി വലുതല്ല, നന്ന ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലാണ് പച്ചക്കായ അരിഞ്ഞിട്ടുള്ളത്. ഇത് ചെറുപയറിൽ ചേർക്കാം. ചെറിയൊരു പീസ് സവാളയും 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലിട്ട് ഉപ്പ് ചേർക്കാം. ഇതിന് മഞ്ഞളും ചേർക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വേണ്ടി വരും. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ചേർക്കാം. 3-4 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായി ചതച്ചിട്ടെടുക്കാം. നന്നായി അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ആകുന്ന പോലെ അരക്കാൻ പാടുള്ളൂ. പച്ചക്കായും ചെറുപയറും നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം. പുഴുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഇതിനി മാറ്റി വെക്കാം. ഇനി പുഴുക്കിലേക്ക് വറുത്തിടാം. ഓയിലൊഴിച്ച് കടുക്, വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ വളരെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തിട്ട് ഇതിൽ വറവിടാം. പുഴുക്ക് റെഡിയായി. ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത് പഴയ നാടൻ പുഴുക്കാണിത്. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. കഞ്ഞിക്കും ചോറിനും പൊറോട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ ഇത് കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഴുക്കാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.